അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുളിഞ്ഞാലിലെ മയ്യത്ത് നിസ്കാര വിവാദവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള കളവുകളും അനാവശ്യ പ്രചരണങ്ങളും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുളിഞ്ഞാൽ മഹല്ലി നിവാസി എന്ന നിലയിൽ ആ വിഷയം ബോധ്യപ്പെടുത്തൽ ഒരു ബാധ്യത എന്ന നിലക്കാണ് ഈ വോയിസിൽ വരുന്നത്. പുളിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം തടയൽ തുടർക്കഥയായി കൊണ്ടിരിക്കുകയാണ്. മറ്റു മഹല്ലുകളെ പോലെ ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ വേറെ മഹല്ലായി സംവിധാനങ്ങളായി പോയല്ലേ, വീണ്ടും എന്തിനാ ഞങ്ങളെ മഹലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു? അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നു, മഹലിലെ എല്ലാ അവകാശങ്ങളും വാങ്ങി നിങ്ങൾ പോയതല്ലേ, പിന്നെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നതെന്ന്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് എന്നെ ശ്രവിക്കുന്ന പുളിഞ്ഞാലിലെ സാധാരണക്കാരായ ഈ വിഷയത്തിലൊന്നും ഇടപെടാത്ത കാര്യങ്ങൾ അറിയാത്തവരോട് പറയാൻ. അതേപോലെ പുറത്തുനിന്നുള്ള ആളുകൾ ഈ വിഷയം കേൾക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നത് പോലെ നമ്മുടെ നാട്ടിൽ മഹല്ല് ഭിന്നിക്കാനുള്ള പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മളെ നാരിയത്ത് സ്വലാത്തുകളും ആത്മീയ മജ്ലിസുകളും പഠന ക്ലാസ്സുകളും പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലായി ക്രമീകരിക്കപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ വീട്ടിൽ നിന്ന് പോലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ ഭീഷണികളും എതിർപ്പുകളും വന്നപ്പോഴാണ് ഒരു ആസ്ഥാന കേന്ദ്രം എന്ന നിലയിൽ പുളിഞ്ഞാൽ ടൗണിൽ ഒരു നിസ്കരിക്കാൻ സൗകര്യപ്രദമായ സ്ഥലം ഇല്ല എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് സുന്നി സെന്ററിന് തറക്കല്ലിടുന്നത്. ആ സുന്നി സെന്റർ തറക്കല്ലിട്ടു. അവിടെ ദർസും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നടന്നു വരുമ്പോൾ അത് പൂട്ടണമെന്നും അവിടുത്തെ ദർസ് അവസാനിപ്പിക്കണമെന്നും തുടങ്ങിയ അവിടെ ക്രിയാത്മകമായി ദീനീപരമായി സാമൂഹ്യപരമായി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിരന്തരമായി മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇന്ന് നല്ല പിള്ള ചമയാൻ വരുന്നത്. കൃത്യമായി നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയണം. അതേ സമയത്ത് പ്രശ്നങ്ങൾ കലുഷിതമായപ്പോൾ ഒരു രക്തരൂക്ഷിതമായ പ്രസ്താവനകളിലേക്കോ പ്രയാസങ്ങളിലേക്കോ ഒന്നും നാട് നീങ്ങിപ്പോകരുത് എന്ന് കരുതി സംയമനത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ AP വിഭാഗം ആളുകൾ എപ്പോഴും പ്രവർത്തിച്ചത്. അവസാനമായി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഹിതപരിശോധന എന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞു. ഹിതപരിശോധനയിൽ നമ്മൾ നിർദ്ദേശിച്ചത് നിലവിൽ പോകുന്ന രൂപത്തിൽ മഹല്ല് മുന്നോട്ട് പോകണമോ എന്ന് ജനങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യത്തിന് പകരം ആദ്യം തന്നെ നിങ്ങൾ EK വിഭാഗമാണോ AP വിഭാഗമാണോ എന്ന ചോദ്യമിട്ട് അങ്ങനെ 300ഓളം വരുന്ന മഹലിൽ 105ഓളം ആളുകൾ ഹിതപരിശോധനയിൽ നിന്ന് മാറി നിന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെയല്ല ഹിതപരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ ഹിതപരിശോധനയുടെ ഗൂഢമായ ലക്ഷ്യം ഇവിടെ 2 മഹല്ലാക്കലായിരുന്നു. അങ്ങനെ തത്വത്തിൽ അങ്ങനെ ഒരു ഹിതപരിശോധന നടത്തി നാടിനെ 2 മഹല്ലാക്കിയവർ ആണ്
ഇന്ന് സംയമനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ പറയുന്നതെന്ന് ഓർക്കണം. അവസാനമായി, നമ്മുടെ പ്രവർത്തകന്മാരെ ജനറൽ ബോഡി അംഗമല്ല, ഹിതപരിശോധനയിൽ പങ്കെടുക്കാത്തത് കൊണ്ട്, ഹിതപരിശോധന കബളിപ്പിച്ച് നടത്തിയത് കൊണ്ടാണ് നമ്മളതിൽ പങ്കെടുക്കാതിരുന്നത്. അതുകൊണ്ട് ജനറൽ ബോഡി മെമ്പറല്ല എന്നും അവിടെ വേണമെങ്കിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാമെന്നും രണ്ടാം പൗരന്മാരായിട്ട് കാണുന്ന ഒരു സ്വഭാവമുണ്ടായപ്പോൾ സ്വാഭാവികമായും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു രക്തം ചിന്തിയോ അല്ലെങ്കിൽ കലാപങ്ങൾ ഉണ്ടാക്കിയോ ഒരു പ്രതിസന്ധി ഉണ്ടാകണ്ട എന്ന് കരുതി പല സമയങ്ങളിലായി നമ്മളെയും കൂടി പരിഗണിക്കണമെന്ന് നടത്തിയ ചർച്ച ഫലവത്താകാതെ പോയപ്പോഴാണ് നമ്മൾ ഒരവകാശവും വാങ്ങാതെ, അത് പറയുമ്പോൾ ഈ മഹലിൽപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ നേരിട്ട് കൊടുത്ത ഇവിടെ വഖഫ് സ്വത്തുകൾ ഈ മഹലിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ പൂർവികർ, ഞങ്ങളുടെയൊക്കെ പൂർവികർ ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയ പള്ളിയും സംവിധാനങ്ങളുമുണ്ട്. മാത്രമല്ല പുളിഞ്ഞാൽ പുതിയ വലിയ ജുമാഅത്ത് പള്ളി നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത കീട്ട മൊയ്തു ഹാജി നേരത്തെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് അദ്ദേഹം ജുമ കഴിഞ്ഞുറക്കെ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ അങ്ങനെ ഒരു വിഭാഗീയമായ ഒരവസ്ഥയിൽ പള്ളിയിൽ ഏതെങ്കിലും വിഭാഗത്തിന് വാങ്ങിച്ചു കൊടുക്കുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പരത്തി ചില ആളുകളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി. വ്യക്തികൾ ഇവിടെ വിഷയമല്ല. കാരണം വ്യക്തിഹത്യയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പകപോക്കലോ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. തെറ്റിദ്ധരിച്ച ആളുകൾ അത് തിരിച്ചറിയുകയും സത്യം ഇതാണെന്ന് അറിയുകയും വേണം. അവസാനം 2 മഹല്ലായി പോകാം എന്ന ഒരു ധാരണയിൽ ഒരു അവകാശവും വാങ്ങാതെ നിലവിലുള്ള തറവാട് മഹലിലെ ഒരു കാര്യവും ഒരു നയാ പൈസ പോലും ചോദിക്കാതെ കൃത്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കി. ആ വ്യവസ്ഥയിലെ ഒരു ഖണ്ഡികയിൽ മരണാനന്തര കർമ്മങ്ങളും അതുപോലെ തന്നെ നിക്കാഹ് അടങ്ങുന്ന കല്യാണം സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഓരോ മഹലിൻ്റെ കാർമ്മികത്വത്തിൽ ചെയ്യണമെന്ന് പ്രത്യേകം എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവകാശപ്പെടാൻ കാരണം പല കല്യാണ വേദികളിലും പല മരണ വീടുകളിലും നേരത്തെയും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മഹലിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കാനും മയ്യത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നടത്താനും നിർബന്ധ ബുദ്ധ്യ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണ വീടുകളിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇനിയുണ്ടാകുന്ന അത്തരം കാര്യങ്ങളിൽ കാർമ്മികത്വം വഹിക്കേണ്ടത് എന്ന് മാത്രമാണ് അവിടെ എഴുതിയത്. ആ ഒരു ഖണ്ഡികയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ AP പള്ളിയിലെ മയ്യത്ത് AP പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് എന്ന് ദുർവ്യാഖ്യാനം ചിലർ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ വ്യവസ്ഥയിൽ തന്നെ എഴുതി ചേർക്കാൻ പറയുകയും തലേ രാത്രി നടത്തിയ ചർച്ചയിൽ ജുമഅത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് 2 കൂട്ടരുടെയും മയ്യത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം അതുമാത്രമാണ് AP വിഭാഗം ആവശ്യപ്പെട്ടത്. അങ്ങനെ പിറ്റേന്ന് വന്ന ആ ഒരു മസ്ലഹത്ത് ചർച്ചയിൽ അത് എഴുതാതെ വന്നപ്പോൾ അത് എഴുതണമെന്ന് വാശി പിടിച്ചപ്പോൾ 2 വിഭാഗത്തിലെയും ജില്ലാ നേതാക്കന്മാർ മധ്യസ്ഥം വഹിച്ചിട്ട് ഒരു കുട്ടിയുടെയും മയ്യത്ത് പള്ളിയിൽ തടയില്ല, അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്, അതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞ വാക്കാൽ ഉറപ്പ് പറഞ്ഞു. അത് വ്യവസ്ഥയിൽ എഴുതണ്ട, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നു പറഞ്ഞ് ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് മാത്രമാണ് അന്ന് അങ്ങനെ വ്യവസ്ഥയിൽ രേഖാമൂലം എഴുതാതെ പോയത്. എന്തുകൊണ്ടാണ് വീണ്ടും അത്തരത്തിൽ ഒരു കാര്യം പറയുന്നത്? പുടിഞ്ഞാൽ സുന്നി മഹൽ ഉണ്ടാക്കാൻ വേണ്ടിയല്ല സുന്നി സെൻറ്റർ ഉണ്ടാക്കിയത്. ആ സ്ഥാപനം ആർക്ക് വന്ന് കണ്ടാലും അറിയാം, പള്ളിയുള്ളത് ഇന്ന് നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയ പള്ളിയുള്ളത് 1-ാം നിലയിലാണ്. 1-ാം നില ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് അതിൻ്റെ 1-ാം നിലയിലാണ് പള്ളി ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 മഹല്ലായി പിരിഞ്ഞതിന് ശേഷവും അവിടെ ജുമുഅ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കൊറോണ കാലത്ത് അനിവാര്യമായി വന്ന ഒരു സമയത്ത് മാത്രമാണ് ആളുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് ജുമുഅ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ പള്ളിയിലും നടന്നതുപോലെ നമ്മളെ സുന്നി മഹല്ല് പള്ളിയിലും അന്നാണ് ജുമുഅ തുടങ്ങിയത്. അതുപോലെ അത്തരത്തിലുള്ള ഒരു കാര്യവും നടത്താനോ അല്ലെങ്കിൽ ജുമുഅ തുടങ്ങാനോ മറ്റ് സംവിധാനത്തിനു വേണ്ടിയുള്ളതല്ല, മറിച്ച് ടൗണിൽ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ളതാണ് അതിൽ നമ്മൾ കണ്ടത് ഒരു കാര്യം മാത്രം. ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്നും അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരം അതൊരു അവകാശമായതുകൊണ്ട് ആ മഹല്ലു പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഇന്നലെ നടന്ന മയ്യത്ത് നിസ്കാരത്തിന്
പുളിഞ്ഞാൽ മഹലിൽ അദ്ദേഹത്തിൻ്റെ മകനോട് അന്വേഷിച്ച് അവരുടെ സമ്മതം വാങ്ങി, അതേപോലെ കുടുംബക്കാരുടെ സമ്മതം വാങ്ങിയാണ് പുളിഞ്ഞാൽ മഹല്ല് പള്ളിയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ചില ആളുകൾ ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. പുറത്തു നിന്ന് വന്ന ആളുകളാണ് അവിടെ കലാപം ഉണ്ടാക്കിയത്, കുഴപ്പമുണ്ടാക്കിയത്. മഹല്ലിലെ AP വിഭാഗത്തിനോ EK വിഭാഗത്തിനോ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ഇന്നലെ കണ്ട ദൃക്സാക്ഷികൾക്ക് കൃത്യമായിട്ടും അറിയാം. പുളിഞ്ഞാൽ മഹല്ലിലെ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വന്നതും. അതേപോലെ ആബാലവൃദ്ധം ജനങ്ങൾ അന്ന് കൂടിയ ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയതും അതുപോലെ തന്നെ മയ്യത്തിനു വേണ്ടി പിടിവലി കൂടിയതും മറ്റ് മഹല്ലിലെ EK വിഭാഗത്തിലെ ആളുകളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സത്യം തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ നിസ്കരിക്കാൻ അവകാശ ലംഘനം നടത്തിയിട്ടും അതിനെ ന്യായീകരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് വലിയ പ്രയാസമുളവാക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു നെറികേടികൾക്കെതിരെ പൊതുസമൂഹം, എനിക്ക് പറയാനുള്ളത് പുളിഞ്ഞാൽ മഹല്ലിലെ മൊത്തത്തിൽ ജനങ്ങൾ ഈ വിഷയം കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പള്ളിയിൽ വെച്ച് ഒരു മയ്യത്ത് നിസ്കാരം മാത്രം ചോദിക്കുമ്പോൾ, അവസാന നിമിഷത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതുപോലും ലംഘിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇത് ദീനല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ രൂപത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളോട് പറയാനുള്ളത്, എന്തിനാണ് മറ്റു പള്ളി ഉണ്ടാകുമ്പോൾ, സ്വന്തമായി പള്ളി ഉണ്ടാകുമ്പോൾ മറ്റൊരു പള്ളിയിലേക്ക് പോയി കലാപം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഒരു വിചാരത്തിലല്ല. ആ പള്ളിയിൽ അങ്ങനെ നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതും പുളിഞ്ഞാലിൽ വന്നാൽ ആർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി അങ്ങാടിയിൽ നമുക്ക് അവകാശപ്പെട്ട് നമ്മൾ ആവശ്യപ്പെട്ടത്, നമ്മൾ അവകാശം എന്ന രൂപത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി മാത്രമാണ് അവിടെ അത്തരത്തിലുള്ള ആവശ്യത്തിനു വേണ്ടി, അവകാശത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം ഉണർത്തി, മുഴുവൻ ആളുകളും ഖൈറിനു വേണ്ടി, നാട്ടിലെ ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.